ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാകണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ കൂട്ടുകുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടണം. മനസ്സിലായില്ല? ആ വീട്ടിൽ നിന്ന് നിങ്ങൾ മാറി താമസിക്കണമെന്ന്. നീ ഒന്ന് വേഗം വന്നേ. എന്തെങ്കിലും കാര്യമില്ലാതെ അച്ഛൻ നിന്നോട് വരാൻ പറയില്ലല്ലോ. എന്തോ തീരുമാനം അറിയിക്കാന്. എന്ത് തീരുമാനം? അച്ഛൻ നിന്നോട് നേരിട്ട് പറയാൻ പോകുന്ന കാര്യം ഞാൻ എങ്ങനെ പറയാനാ? നീ ആദ്യം ഇങ്ങോട്ടൊന്ന് വന്നേ. ഹലോ ഹരിതേ, ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. ഹരിതയുടെ അച്ഛൻ എന്തിനായിരിക്കും എന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ്? എന്തോ തീരുമാനം അറിയിക്കാനാണത്രേ. എന്ത് തീരുമാനം അറിയിക്കാനാ? എന്തായാലും കുറുപ്പച്ചൻ വിളിക്കുന്നത് നല്ല കാര്യത്തിനൊന്നും ആവില്ല. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക തന്നെ. കുറുപ്പച്ചനെങ്കിൽ കുറുപ്പച്ചൻ. എന്തായാലും പോയിട്ട് വരാം. മോനെ, നീ ഇതെങ്ങോട്ടാ? ഹരിതയുടെ വീട്ടിലേക്കാ. ഹരിതയുടെ അച്ഛൻ അത്യാവശ്യമായിട്ട് എന്നെ കാണണം എന്ന് പറഞ്ഞു. ഹരിത എന്നെ ഇപ്പൊ ഫോൺ വിളിച്ചിരുന്നു. കുറുപ്പ് നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും തക്കതായ കാരണം കാണുമല്ലോ. കാരണം എന്തു ആവട്ടെ, കുറുപ്പ് വിളിച്ചതല്ലേ. നീ പോയിട്ട് വാ മോനെ. മനോജ്, എനിക്ക് വേണ്ടി നീ ഒരു സഹായം ചെയ്യണം. എന്താ ഏട്ടത്തി? എന്നോട് പിണങ്ങിയിട്ടാണല്ലോ ഹരിത ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എനിക്ക് അവളോട് ഒരു പിണക്കുമില്ല. ഹരിതയെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കാലിൽ വീണ് 1000 വട്ടം മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാണെന്ന് നീ അവളോട് പറയണം. എന്നോടുള്ള അവളുടെ പിണക്കം മാറ്റിയെടുക്കണം മനോജ്. അത് നീ വിചാരിച്ചാലേ പറ്റൂ. സുചിത്രയോടുള്ള പിണക്കം മാത്രമല്ല, ഈ കുടുംബത്തോടുള്ള പിണക്കവും മാറ്റിയെടുത്ത് നീ അവളെ തിരിച്ചു കൊണ്ടുവരണം മോനെ. അതെ, പക്ഷേ ഹരിതയുടെ രീതി അനുസരിച്ച് അതത്ര എളുപ്പമാണെന്ന് തോന്നില്ല ചന്ദ്രു. എന്റെ മനസ്സും അങ്ങനെ തന്നെയാ പറയുന്നത്. അമ്മയും അച്ഛനും വിഷമിക്കാതെ. കുറച്ച് എടുത്തിയായിട്ടുണ്ടെങ്കിലും എന്നെ ഉപേക്ഷിച്ചുള്ള ഒരു ജീവിതത്തിനും ഹരിത ഒരിക്കലും തയ്യാറാവില്ല. എല്ലാം ശരിയാവും. ഹരിതയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ചന്ദ്രു, മനോജിന് പഴയതിനേക്കാളും കൂടുതൽ കാര്യപ്രാപ്തി കൈവന്നിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് നടന്നാ മതിയായിരുന്നു. എന്തിനാ നിന്റെ അച്ഛൻ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു? കാര്യവും കാരണമൊന്നും നീ അന്വേഷിക്കണ്ട. അച്ഛൻ പറയുന്നതനുസരിച്ച് മര്യാദയ്ക്ക് നിന്നോണം. നമുക്ക് രക്ഷപ്പെടാനുള്ള എന്തോ മാർഗമാ അച്ഛൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ളേ. വെറുതെ വലിയ കൊമ്പത്തെ ആശാൻ ചമയല്ലേ. ഇനി ഇങ്ങനൊരു അവസരം കിട്ടിയെന്ന് വരില്ല. കാര്യം എന്തെന്ന് അറിഞ്ഞാലല്ലേ തീരുമാനം എടുക്കാൻ പറ്റൂ. മനോജ്, ഇതാ ഞാൻ പറഞ്ഞത് നിനക്ക് പക്വത വേണോന്ന്. പിന്നെ പക്വത? നീ ഒന്ന് വന്നേ.
മനോജ് വന്നു. എന്റെ മരുമകന്റെ നാവിൽ നിന്ന് ഇപ്പോ സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്നൊരു പല്ലവി കേൾക്കാനില്ലല്ലോ. എന്താണ് അത് വെച്ച് ചെയ്ത ബിസിനസ് ഒന്നും ക്ലച്ച് പിടിച്ചില്ലേ? അതെ, എനിക്ക് ഒരേ ഒരു മകളാ. അവളുടെ ജീവിതമാ എനിക്ക് വലുത്. തന്നിഷ്ടപ്രകാരം ചെയ്ത തെറ്റിന്റെ കയ്പ് നീര് ഇവള് വേണ്ടുവോളം കുടിച്ചു കഴിഞ്ഞു. ഇനിയും പരീക്ഷിക്കാനുള്ള ശക്തി എനിക്കില്ല. അച്ഛനായി പോയില്ലേ. ഇനിയിപ്പോ ചില വിട്ടുവീഴ്ചകൾക്ക് ഞാൻ തയ്യാറാ. നിങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാകണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ കൂട്ടുകുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടണം. മനസ്സിലായില്ല? ആ വീട്ടിൽ നിന്ന് നിങ്ങൾ മാറി താമസിക്കണമെന്ന്. പുതിയ വീട്ടിൽ നിന്നും നിങ്ങൾ നിങ്ങളുടേതായ കുടുംബജീവിതം നിങ്ങൾ തന്നെ കെട്ടിപ്പടുക്കണം. അതെ, ഈ പണത്തിന്റെ കാര്യമാണെങ്കിലേ അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. സാമ്പത്തികമടക്കം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും. എന്താ സുമേ നിന്റെ അഭിപ്രായം? ഉചിതമായ തീരുമാനം തന്നെയാ. പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ ഒരു ഗ്രഹനാഥന്റേതായ ഉത്തരവാദിത്ത ബോധം മനോജിനുണ്ടാവുകയും ചെയ്യും. അതിന്റേതായ മാറ്റങ്ങൾ ഹരിതമോൾക്കും ഉണ്ടാവും. അത് ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഇവർക്ക് താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വാടക വീട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് മാറാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോളൂ. കുറുപ്പച്ച കേട്ടാ മോനെ, ഒരു രാഷ്ട്രീയക്കാരന്റെ കടമ്പിടുത്തമൊക്കെ മാറ്റിവെച്ച് ഉത്തരവാദിത്വ ബോധമുള്ള ഒരച്ഛനിലേക്ക് ഇറങ്ങി വന്നിരിക്കുക നിന്റെ അമ്മായി അച്ഛൻ. ഈ അവസരം നിങ്ങൾ പാഴാക്കരുത്. ഇല്ലമ്മ, അച്ഛൻ പറയുന്നത് അനുസരിക്കാൻ ഞാൻ തയ്യാറാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിസിനസ് തുടങ്ങാനുള്ള പണവും കിട്ടും. ആണോ? കുടുംബദൈവങ്ങളെ പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ നീക്കിക്കും. മാനത്തെ കൊട്ടാരം